എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ എങ്ങോട്ടാണ് നമ്മളുടെ നാടിൻ്റെ പോക്ക് എന്നറിയില്ല. ഭയങ്കര ദുഃഖകരമായ വാർത്തകളാണ് ഓരോരോ ദിവസങ്ങളും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ വാർത്തകളെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ലഹരി 18 വയസ്സ് തൊട്ട് 10ാം ക്ലാസ് കഴിയണ്ട അതിനു മുമ്പ് ലഹരി ഉപയോഗം കൂടി ഒന്നിനൊന്നിന് പുറകിനായിട്ട് കൂടി വരികയാണ്. അത് വയസ്സോ പ്രായമോ ഒന്നും വ്യത്യാസമില്ലാതെയാണ് ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഓരോ സന്തോഷം വന്നാലും ലഹരി, ദുഃഖം വന്നാലും ലഹരി. പുരുഷന്മാർക്ക് ദുഃഖം കൂടിയാലും ലഹരി, സന്തോഷം കൂടിയാലും ലഹരി എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അവർ മനസ്സിൽ അവനവൻ ഒതുങ്ങിക്കൂടും. അതാണ് നമ്മളുടെ സാഹചര്യം. നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന രീതി അതാണ്. സ്ത്രീകൾ എന്തോ പ്രശ്നം വന്നാലും അവർ ആ ദുഃഖത്തിനോടും സന്തോഷത്തിനോടും എല്ലാം അലിഞ്ഞു ചേരുന്ന ഒരു പ്രകൃതമാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഇന്നത്തെ വാർത്തയിൽ കണ്ടതാണ്, കോട്ടയത്ത് നടന്ന സംഭവം. മകൻ അമ്മയെ വെട്ടി കൊലപ്പെടുത്തിയത്. അതും ലഹരിയുടെ ഒരടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു അത്. ഭക്ഷണം, അമ്മയെന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. ഇത്രയും നാളും വളർത്തി 10-23 വയസ്സാകുന്നത് വരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മകൻ ഭക്ഷണം രുചിയുള്ളത് കൊടുത്തില്ല. ഒരു ദിവസം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൻ ചെയ്ത ക്രൂരത, അത് അല്ലാഹുവേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു വേദനയായി, ഒരു നോവായി മാറിപ്പോയി കേട്ടപ്പോൾ, ആ വാർത്ത കേട്ടപ്പോൾ. പിന്നെ രണ്ടാമത്തത് കാസർഗോഡ് മകൻ തന്നെ സ്വത്തിൻ്റെ പേരിൽ അമ്മയെ ചുട്ടുകൊല്ലുക. അപ്പൊ സ്വത്തും മുതലും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരമ്മയല്ലേ ഈ ലോകത്ത് നല്ലത്? ആ സ്വത്തിന്റെ പേരിൽ അവൻ എന്തോ പൈസ കൊടുത്തില്ലെന്ന, ഗൾഫിൽ പോകാൻ അത് പണയപ്പെടുത്തി കൊടുത്തില്ലെന്നുള്ള പേരിലാണ് ആ മകൻ ആ അമ്മയെ ക്രൂരമായിട്ട് ചുട്ടുകൊന്നത്. ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര വേദനയാണ്. എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് പോലും അറിയാത്തൊരു സ്റ്റേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, തമ്പുരാൻ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഈ ലഹരി എന്നുള്ള ഒരു സംഭവം നമ്മുടെ നാടിന് തുടച്ചു നീക്കാതെ ഒരു രക്ഷയില്ല. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം.